നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് നിങ്ങളിൽ പലർക്കും ഒരു ഗ്ലോയിങ് സ്കിൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. കാരണം എന്നോട് കുറച്ച് പേര് അങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നതും ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് അല്ലെങ്കിൽ ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട്, ഈ ഓയിലി ആണ് ഈ ഒരു ഗ്ലോയിങ് സ്കിൻ എന്ന് പറഞ്ഞാലെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഓയിലി സ്കിൻ വേറെയാണ്, ഈ ഒരു ഡ്യൂയി ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ, ഒരു ഗ്ലാസ് സ്കിൻ ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയണേ. ഇപ്പം നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോയിങ് സ്കിൻ മേക്കപ്പ് ഒക്കെ ലുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സ്റ്റോപ്പ് ക്രീം ഉണ്ട്, ഇനി അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മേക്കപ്പിൽ ഗ്ലോയിങ് സ്കിൻ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ നമുക്കൊരു ഡെയിലി ലൈഫിലും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയി ഡ്യൂ ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലൂടെ മാത്രമാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ നമുക്കൊരു ഗ്ലോയിങ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, ഒരു ആക്റ്റീവ് എന്ന് പറയുന്നതാണ് വൈറ്റമിൻ സി ആണ് കേട്ടോ. അതായത് വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാറാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പലതരത്തിൽ ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ടാൻ മാറാനാണെങ്കിലും ഒരു ബ്രൈറ്റ്നസ് നമുക്ക് അത് തുടരെ യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് വൈറ്റമിൻ സി വഴി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ സി റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു സ്കിൻ കെയർ എനിക്ക് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്പോൾ അത് ഏത് ബ്രാൻഡ് ട്രൈ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ, വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ഞാൻ കരുതി ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റേഞ്ച് ആണല്ലോ, അപ്പോൾ അവരുടെ സെറവും അവരുടെ ഫേസ് വാഷും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു റേഞ്ചാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത്, പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇത് എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിയതാണ് ഡോട്ട് ആൻഡ് കീൻ്റെ ഫേസ് വാഷ് ആണ് അവിടെ വാങ്ങിയത്. അതായത് വൈറ്റമിൻ സി വരുന്ന ഫേസ് വാഷ് വാങ്ങി. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ CTM നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ കറക്റ്റായിട്ട് സ്കിൻ കെയറിൽ ഫോളോ ചെയ്ത് വരണമെന്നുള്ളത്. അപ്പോൾ അടുത്തത് ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ഒരു സെറം വേണം. അപ്പം സെറത്തിനായിട്ട് എന്ത് യൂസ് ചെയ്യും എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി സെയിം ബ്രാൻഡ് തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ സെറാണ് കേട്ടോ. ഇതും വൈറ്റമിൻ സി സെറാണ്. അവരുടെ വേറെ സെറങ്ങളും അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ ഈ സെയിം റേഞ്ചിൽ തന്നെയുള്ള വൈറ്റമിൻ സി സെറം ഡോട്ട് ആൻഡ് കീയുടെ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സിയുടെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും ആണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പൊ ഇതിനു മുന്നേ തന്നെ ഞാൻ പ്ലിക്സിന്റെ ജാമൂൺ റേഞ്ചിലുള്ള എല്ലാ പ്രോഡക്ട്സ്, അതായത് അവരുടെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, സെറം ഉണ്ടായിരുന്നു, ടോണർ ഉണ്ടായിരുന്നു, മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും എനിക്ക് വലിയ രീതിയിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ ഞാൻ കരുതിയതാണ് നമുക്ക് എന്നാ പിന്നെ ഇങ്ങനെ ഓരോ ബ്രാൻഡ്സിന്റെ, അതായത് ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിന്റെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വെഡം, നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ആ ഒരു റേഞ്ച്. അപ്പം എനിക്ക് പിന്നെ പറയാനുള്ളത് കാര്യം, ഞാൻ ഒരു ഈ ഒരു ബ്രാൻഡിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാറില്ല. അപ്പൊ ഇത് തീരുമ്പോൾ ഞാൻ ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു റേഞ്ചിന്റെ ട്രൈ ചെയ്യണമെന്നാണ് കരുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ഫുൾ റേഞ്ച് ഒരുപോലെയുള്ള, അതായത് ഇപ്പം മോയ്സ്ചറൈസർ ആണെങ്കിലും സെറം ആണെങ്കിലും ടോണർ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഒരുമിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വേണമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ ഇത് തീരുമ്പോൾ അടുത്തത് വാങ്ങാവേ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തു കേട്ടോ. ഒരാഴ്ച യൂസ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് ആണ് പറയുന്നത്. കാരണം ഇതിന്റെ മോയ്സ്ചറൈസർ ഞാൻ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഗ്രീൻ കളറും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഗ്രീൻ കളർ വരുന്നത് നമ്മുടെ പിഗ്മെന്റേഷനും പിമ്പിൾസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വരുന്നത് നമുക്കൊരു ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിഗ്മെന്റേഷൻ ഒക്കെ മാറാനും ഒരുവിധം ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിന് തന്നെ നോക്കാമെന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഒരാഴ്ച എനിക്ക് മതിയായി, കാരണം റിസൾട്ട് അതിൽ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കരുതി ഓക്കെ വീഡിയോ ചെയ്യാന്നുള്ളത് കേട്ടോ.
ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫേസ് വാഷിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. പക്ഷേ ഞാനൊരു കാര്യം ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയാം. ചിലർക്ക് വൈറ്റമിൻ സി സ്കിന്നിന് അലർജിക് ആണ്. അങ്ങനെ അലർജിക് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്, പണി കിട്ടും. സ്വന്തം സ്കിന്നാണ്. ഓക്കെ. പിന്നെ മറ്റു ചിലർക്ക് ഈ വൈറ്റമിൻ സിയുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ചിലർക്ക് മോയ്സ്ചറൈസറും ഫേസ് വാഷും യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ഇല്ലാന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് മാത്രം വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വൈറ്റമിൻ സി റേഞ്ച് ഇപ്പോൾ യൂസ് ചെയ്യരുത്. കാരണം വൈറ്റമിൻ സി ആക്റ്റീവ് ആക്നെ ഉള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല, പിമ്പിൾ കൂട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ബാക്കി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലോ ഡ്രൈ സ്കിൻ ആണെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാം. ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് ഇത്. ഈ ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഞാൻ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി അരച്ചു കഴിഞ്ഞാൽ എന്തൊരു മണമാണ് വരുന്നത്. അതേ ഫ്രഷ് ഫീലാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷിനും ഉള്ളത്. അപ്പം അടിപൊളി മണമാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അത്യാവശ്യം സ്കിന്ന് ഡ്രൈ ആക്കുന്നൊന്നുമില്ല. ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കുന്ന ഫീലിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിലുള്ളത് വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷ് എന്നാണ് കേട്ടോ. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഓക്കെ. പിന്നെ ഓറഞ്ചും ഉണ്ട്, നിയാസിനമൈഡും ഉണ്ട് കേട്ടോ. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതില് പറയുന്നത് SL. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് നല്ലത്, ഒരു ഗ്ലോയിങ് സ്കിന്നിനൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് വർക്കാവുന്ന ഒരു ഫേസ് വാഷ് ആണ് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ്. വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. ഇതിൽ നിയാസിനമൈഡും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എല്ലാം തന്നെ വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് തപ്പി നടക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. ഒരു 500-നുള്ളിൽ എങ്ങാണ്ടാണ് കേട്ടോ റേഞ്ച് വരുന്നത്. 500 ഇല്ല കേട്ടോ, ഇതിൽ 249 ആണ് കിടക്കുന്നത്. ഒരു 200-നുള്ളിലൊക്കെ ആമസോണിൽ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഈ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വൈറ്റമിൻ സി സെറം ആണ്. ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ സ്മെല്ല് ചീന ഓറഞ്ചിന്റെ സ്മെല്ലാട്ടോ. ഒട്ടും രസമില്ലാത്തൊരു സ്മെല്ലാണ്. നമ്മൾ ഈ ചീഞ്ഞ ഓറഞ്ച് ഒക്കെ കിട്ടിയില്ലേ, അതിന്റെ അതേ സ്മെല്ലാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ സിയും ഈ ഓറഞ്ചിന്റെ ആ ഒരു ഫ്രാഗ്രൻസും കൂടെ മിക്സ് ആയിട്ടാണോ ആ ഒരു ഫ്ലേവർ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വൃത്തിയായിട്ട ഫ്രാഗ്രൻസ് ആണ്, ചീന ഓറഞ്ചിന്റെ മണം കേട്ടോ. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ 5% നിയാസിനമൈഡും 10% വൈറ്റമിൻ സി ആണ് ഉള്ളത്. അപ്പോ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വൈറ്റമിൻ സി പുതിയതായിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇപ്പൊ ഈവൻ ദോ നിങ്ങൾക്ക് വൈറ്റമിൻ സി അലർജിക്ക് അല്ലെങ്കിൽ പോലും നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ ഒരു 10% ഉള്ള വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മൾ കൊണ്ടുവന്ന് മുഖത്ത് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ആണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 to 5% വൈറ്റമിൻ സി റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു വൈറ്റമിൻ സി സെറം വാങ്ങി നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫേസിൽ. അതൊരു ആഴ്ചയിൽ ഒരു 3 വട്ടം എന്ന രീതിയിൽ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് പയ്യെ നിങ്ങൾ അത് ഡെയിലി ആക്കി ആ ഒരു ബോട്ടിൽ തീർന്നു കഴിഞ്ഞിട്ട് ഈ 10% ഒക്കെ വൈറ്റമിൻ സി ഉള്ളൊരു ഇത് വാങ്ങിയിട്ട് ഒരു സെറം വാങ്ങിയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഈ 10% ഒക്കെ കൊടുത്ത് നമ്മുടെ ഫേസിന് കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ വൈറ്റമിൻ സി അലർജിക്ക് അല്ലെങ്കിലും നിങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഒരു നിങ്ങൾ വൈറ്റമിൻ സി ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. കാരണം ഇതിൽ 5% നിയാസിനമൈഡ് ഉണ്ട്, 10% വൈറ്റമിൻ സി ഉണ്ട്. നിയാസിനമൈഡ് അലർജിക്ക് ആണെങ്കിലും നിങ്ങൾ ഇതിന് പോകരുത്. അപ്പം ഞാൻ അതാണ് പറയുന്നത്, നിയാസിനമൈഡ് ആണെങ്കിൽ പോലും നമ്മൾ 5% വലിയ കുഴപ്പമില്ല ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്. പക്ഷെ വൈറ്റമിൻ സി 10% ഒക്കെ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യണമെന്നുള്ളവര് ബിഗിനേഴ്സ് ആണെങ്കിൽ വൈറ്റമിൻ സി പുതിയതായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 5% വാങ്ങി യൂസ് ചെയ്തിട്ട് ഒരു 2 to 5% ഉള്ള ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ആയിട്ട് ഇത് വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, പക്ഷെ ഈ ഒരു സംഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസറിനെക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാൻ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സെറം റേഞ്ചിൽ വരുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു സാധനമാണ്. എനിക്കിത് ഇട്ടതിന് ശേഷം പ്രത്യേകിച്ച് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ ഇത് ഈ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ഫേസ് ഒക്കെ കഴുകി കഴിഞ്ഞാലും ചെറിയൊരു ഗ്ലോ നമ്മുടെ മുഖത്തുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പം ഒന്നും തന്നെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ആകെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസിൽ അത്യാവശ്യം ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഫീല്. കാരണം ഞാൻ ഇത് മാത്രമാണ് ഈ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രാവിലെ ആയാലും നൈറ്റ് കെയറിലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. അത്യാവശ്യം ഒരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് ഇതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ മോയ്സ്ചറൈസർ ആണ്. എന്റെ പൊന്നി, ഇത് സൂപ്പർ ആണ് കേട്ടോ. ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മണം എനിക്ക് ഓരോ മോയ്സ്ചറൈസേഴ്സ് ഇടുമ്പോഴും കിട്ടാത്ത രീതിയിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു സംഭവം എൻ്റെ മുഖത്തിടുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്കൊരു എന്താ പറയാ, നിങ്ങൾക്കിപ്പോ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ബേസ് വേണമെന്ന് വെച്ചോ, മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ബേസ് വേണമെങ്കിൽ അതൊരു മോയ്സ്ചറൈസറിലൂടെ കിട്ടാനെന്ന് പറയുകയാണെങ്കിൽ നല്ലതല്ലേ. നല്ലൊരു ഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടൊന്നും പോവാത്തൊരു മോയ്സ്ചറൈസർ ആണ്, അധികം വിയർക്കൊന്നും ചെയ്യാത്തൊരു മോയ്സ്ചറൈസർ ആണ് നോക്കുന്നെങ്കിൽ ഇത് അതിന് അടിപൊളിയാണ്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളിപ്പോ പുറത്തു പോകുമ്പം അങ്ങനെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇടാൻ താല്പര്യമില്ല, നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ മതി എന്നുണ്ടെങ്കിലും അതിനും ഇത് നല്ലതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ചെടുക്കുക. കണ്ടോ, മുഖത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ സൈഡില് ഒരു ജെല്ല് പോലാണ്, ഒരു വെള്ളം പോലാണ് ഇരിക്കുന്നത്. അങ്ങ് അലഞ്ഞു പൊക്കോളും. നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് വന്നൊരു ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിലും ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ C+E ആണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതും നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മളിത് തുടരെ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഗ്ലോയിങ് സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കെയറിലൂടെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്നത്. എനിക്കിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഇതിലൊരു കൊള്ളത്തില്ല എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. എനിക്ക് വന്നിട്ടുള്ള കമന്റ്സിൽ കുറെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, ചേച്ചി ഞങ്ങൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നു, ഒന്നും കൂടെ കറുത്ത പോലൊരു ഫീലിംഗ് വരുന്നു എന്നൊക്കെ. ഈ ഒരു മോയ്സ്ചറൈസറിന് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. പക്ഷേ ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഗ്രീൻ ബോട്ടിൽ, അതായത് നമ്മുടെ പിമ്പിളിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ ബോട്ടിൽ ഇടുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡൾനെസ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇട്ട് കഴിയുമ്പോൾ ഫേസ് ഭയങ്കര ഡള്ളായ പോലെ തോന്നാറുണ്ട്. പക്ഷെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നോർമൽ ഫേസ് നമുക്ക് വരും കേട്ടോ. എന്നാൽ ഇതിനങ്ങനെയല്ല, ഈ ഒരു ഓറഞ്ച് കളർ ബോട്ടിലിന് അങ്ങനെയല്ല. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല ഒരു മോയ്സ്ചറൈസർ. എന്നാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാം. വീണ്ടും പറയാണ്, ആക്നെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഈ 3 പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് വാങ്ങി നോക്കുക കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ഗ്ലോയിങ് സ്കിന്നൊക്കെ, ഒരുപാട് ഗ്ലോയിങ് സ്കിന്നിന്റെ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഇതല്ലാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും വളച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയൂ എന്നുള്ളത്. അപ്പൊ അതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, 1-2 കമന്റ്സ് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ. അപ്പൊ അതിന് എനിക്കൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു വിചാരം, ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നാണെന്ന് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നാണ്. ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല സ്കിന്നാണ് ഉള്ളത്.
അല്ലേ? എന്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഇനിയിപ്പം ഈവൻ എന്റെ ടൈപ്പ് ഓഫ് സ്കിൻ ഉള്ളവരാണെങ്കിൽ പോലും ചില പ്രോഡക്ട്സ് എനിക്ക് ചേരുന്നത് നിങ്ങൾക്ക് ചേരില്ല. അപ്പോൾ ചിലരുണ്ട് ഇതൊന്നും കാണാതെ നമ്മൾ കാണിക്കുന്ന എല്ലാം അതേപോലെ പോയി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇത് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഇടരുത്. അതായത് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്യരുത്, പിമ്പിൾ കൂട്ടുമെന്ന്. ചിലർ ഇത് കേൾക്കൂല. ഞാൻ ഇത് കാണിച്ചു, എനിക്കും പിമ്പിൾ ഉള്ള ഒരു മുഖമായിരുന്നല്ലോ, അപ്പൊ അവർക്കും അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരടുത്തടുത്ത് ചെയ്യാറുണ്ട്. കാരണം ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പിമ്പിൾസിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉടനെ എനിക്ക് ഇച്ചിരി ഒന്ന് വെളുക്കണം, എനിക്കൊന്ന് ബ്രൈറ്റ് ആവണം, എനിക്കൊന്ന് എന്താ പറയാ ഒരു ഗ്ലോയിങ് സ്കിൻ വേണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ചാടി ഇത് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് പിമ്പിൾ കൂട്ടത്തേ ഉള്ളൂ. കാരണം ഞാൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ പിമ്പിൾ വന്നിട്ട് ഞാൻ ഇതേപോലെ കണ്ണി കണ്ട യൂട്യൂബിൽ ഇവര് പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വാങ്ങി ഇട്ടിട്ട് അത് ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കാതെ, എന്റെ തെറ്റാണ് കേട്ടോ, ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവാതെ, ഇപ്പോഴല്ല പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോ ഇച്ചിരി ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ സ്കിന്നാണ്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ വിശ്വസിച്ച് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ആരൊക്കെ അത് യൂസ് ചെയ്യരുത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. കാരണം പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് പോവാനായിട്ട് ഒരു 3 to 4 months നമ്മൾ കഷ്ടപ്പെടണം. ആ പിമ്പിൾ പോയി കഴിഞ്ഞാൽ, പിമ്പിൾ മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു 7 to 8 months നമ്മൾ കഷ്ടപ്പെടണം. ആ ഒരു പിമ്പിൾ പോയി കഴിഞ്ഞിട്ടുള്ള പിമ്പിൾ മാർക്ക് പോവാനായിട്ട്. അതും കഴിഞ്ഞ് നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ ഒരുപാട് ലേറ്റ് ആവും. ആ ഒരു കഷ്ടപ്പാട് എനിക്കറിയാം. പിമ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അലർജിക്കായ ഒറ്റ നൈറ്റ് കൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് നമ്മുടെ മുഖത്ത് വന്നിരിക്കും. അത് പോവാൻ പെടുന്ന പാടും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെടണം. അപ്പൊ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും അങ്ങനെ ഒരു അവസ്ഥയിൽ വരരുത് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും പിന്നെയും എടുത്ത് പറയുന്നതും കുറച്ച് ടൈം ലെങ്ത് കൂടി പോകുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്ത് കളയുക. മുന്നേ ചെയ്തതിൽ എന്തൊക്കെയാണോ പറയുന്നത് ആ ഒരു ഭാഗം മാത്രം ഒന്ന് കണ്ടു നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ സ്കിന്നാണ്. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എനിക്കും ബാധ്യസ്ഥയാണ് നിങ്ങളുടെ സ്കിന്നിൽ ഒരു പ്രോബ്ലം വരാതെ ഞാൻ തരുന്ന ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അത് പറയാതെ പകുതി വിട്ടിട്ട് അവിടെ ഇവിടെയും പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം. പിന്നെ ഇതേ രീതിയിലുള്ള ഏതെങ്കിലും റേഞ്ചിനെ അടുത്ത ബ്രാൻഡിന്റെ ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻസിൽ പറയാം. ഇത് തീരുമ്പോൾ ഞാൻ എന്തായാലും ഈ ബ്രാൻഡ് ആയിരിക്കില്ല, വേറെ ഏതെങ്കിലുമൊക്കെ വാങ്ങി ട്രൈ ചെയ്യും. കാരണം എനിക്ക് വീഡിയോ ചെയ്യണ്ടേ, എനിക്ക് ട്രൈ ചെയ്ത് എനിക്ക് പറ്റുന്നത് മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, എൻ്റെ സ്വന്തം കാശിന് വാങ്ങിയ സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ എനിക്ക് എഴുതി അറിയിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കമന്റ്സ് വായിക്കാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.